ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ മഴയൊക്കെ കണ്ടിട്ട് നമ്മൾ പൊന്മുടി പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പൊന്മുടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 33 കിലോമീറ്റർ ഉണ്ട് പൊന്മുടിയിലേക്ക്. ഈ ഒരു ഏരിയയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല മഞ്ഞായിരിക്കും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്തായാലും പോകാൻ തീരുമാനിച്ചു. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പോയി നോക്കാം. ആ കാണുന്നതാണ് പൊന്മുടി. അപ്പൊ അവിടെ മഞ്ഞ് മുടി കിടക്കുകയാണെന്ന് തോന്നുന്നു. നോക്കാം. രണ്ട് ഫ്ലേവർ ഐസ്ക്രീമാണ് വാങ്ങിയത്, പൈനാപ്പിളും സ്ട്രോബെറിയും. ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ പോവാണ്. മഴ ഐസ്ക്രീം, സൂപ്പർ. ഇതാണ് കല്ലാറ്. കല്ലാറ് സൂപ്പറാണ്. വേനൽ സമയത്ത് വളരെ കുറവായിരുന്നു വെള്ളം. ഇപ്പോൾ വെള്ളം അത്യാവശ്യമുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഇതാണ് മീൻമുട്ടി. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അടിപൊളിയാണ്. ഇവിടെ നിന്ന് കുളിക്കാനും ഒക്കെ സൂപ്പറാണ്. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പൊന്മുടി, കല്ലാറ്, മീൻമുട്ടി ഇങ്ങനത്തെയൊക്കെ ഉള്ള പ്ലേസസ് ഒക്കെ കണ്ടു പോകാവുന്നതാണ്. ഇവിടെ വരുന്നവര് കല്ലാറെന്ന് വേണം ടിക്കറ്റ് എടുത്തിട്ട് പൊന്മുടിയിലേക്ക് പോകാൻ. നമ്മൾ 4 പേരായതുകൊണ്ട് തന്നെ എനിക്ക് ഹാഫ് ടിക്കറ്റും അച്ഛനും അമ്മയ്ക്കും ഫുൾ ടിക്കറ്റ് ആയിരുന്നു. മൊത്തത്തിൽ 140 രൂപയാണ് ആയത്. രംഗേണനും ബാച്ചും വരുന്നുണ്ട് ഗൈസ്. ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானாயும் ஜனத்திற்கு காலம் எடுத்து வச்சால் சொர்க்கம் போலும். മഞ്ഞ് വന്നു തുടങ്ങി പൊന്മുടിയിൽ നിന്ന്. ഇവിടെ നേരത്തെ ബൈക്ക് റൈഡിങ് ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത്. വിജയനഗര സാമ്രാജ്യ കമ്പകൗഡ രാജാതി രാജനഗരി സന്നതി ടകാട ഫുള്ളാജ് ടനകടക ഡബിൾ മോൾഡ് സ്മൂത്ത് കല്ലഹർ സോഡ ട്രൈ ചെയ്താൽ കൊടും വാള്. അങ്ങനെ പൊന്മുടി എത്തിക്കഴിഞ്ഞു. പൊന്മുടിയെ അറിയപ്പെടുന്നത് അഡ്വഞ്ചർ സൈറ്റ് എന്നാണ്. പൊന്മുടിക്കകത്തേക്ക് വന്നപ്പോൾ മഴയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ ഉള്ളപ്പോൾ പൊന്മുടിയിൽ വരാതിരിക്കുന്നതാണ് ബെറ്റർ. ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടമാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അടിപൊളി ഗൈസ്. ഇവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന പ്ലേസ് ആണ്.
നല്ല ഭംഗിയാണ് കേട്ടോ ആ പൂവ് നിൽക്കുന്നത് കാണാനായിട്ട്. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ പൊന്മുടിക്കകത്തേക്ക് വരുമ്പോൾ. ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് വന്നപ്പോൾ രാത്രി കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. In this crazy life we live, we all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share, we'll stick together. ഈ ഏരിയയിൽ മുഴുവനായിട്ട് കടയാണ്. അങ്ങോട്ട് കയറ്റി വിടില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചിൽഡ്രൻസ് പാർക്കും ഓൾഡ് ഗസ്റ്റ് ഹൗസും ആണുള്ളത്. ഗ്ലാസ് അങ്ങനെ നല്ല സൗണ്ട്. ഓ അതിനുള്ള കൊമ്പ് കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഈ അമ്പലം കണ്ടോ ഗൈസ്? ഇതിന് ഒരു സ്പെഷ്യലുണ്ട്. ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ നമ്മുടെ രാത്രി ഈ റോഡിൽ കൂടെ വരുമ്പോൾ നമ്മുടെ തലയ്ക്കടിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് സത്യമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. രണ്ട് സൈഡിലും പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൊക്കെ കണ്ടിട്ട് നമ്മളൊരിടത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തേയിലത്തോട്ടമാണ് ഗൈസ്. അപ്പം ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഗോൾഡൻ പീക്ക് എന്നാണ് ആ പേര്. ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 25 ഡിഗ്രിയൊക്കെ ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ പൊന്മുടി ഹിൽ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇരുന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇത് ബീഫ് റോസ്റ്റ് ആണ്. ബീഫും കൂടെ എടുത്തിട്ട് ബീഫും വെച്ച് പെറോട്ട മിക്സ് പഴംപൊരിയും ഒരു പെറോട്ട എടുത്തോളൂ.
നല്ല പഴംപൊരി ഗൈസ്. മഴ ഇങ്ങനെ കാണിക്കാൻ പറ്റാത്തത് ഗൈസ്. പഴംപൊരിക്ക് അടി കാണിക്കുന്നതാ. ബെറോട്ട എടുത്തിട്ട് ഇത് ബെറോട്ടയാണ്. ഗ്രേവി കറി ഇങ്ങോട്ട് അത് പിന്നെ എടുക്കാം. കറി വെക്കുക. നീ എടുക്കും. പഴംപൊരിയും അമ്മ അതിങ്ങനെ നല്ല എരി. വാ ഇന്ന് വാ, കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഇത് പൊന്മുടിയുടെ ഒരു സൈഡ് റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നല്ല നല്ല കാഴ്ചകളുണ്ട്.
ഇവിടെയൊക്കെ നല്ല കാഴ്ചകളുണ്ട്. The highs and lows we share. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലോട്ടാണ്. ഈ സൈഡിൽ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് താഴോട്ടേക്ക് പോയാൽ നമുക്ക് ഈ കാണുന്നതാണ് ഓൾഡ് തേയില ഫാക്ടറി. ഇപ്പോ ഇത് ഇല്ല, ഇവിടെ ക്യാമറയൊന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു, പൈനാപ്പിളും വാങ്ങി. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് പോവുകയാണ്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ വിതുരയിലൊരു കഫേയിൽ കയറി. കോഫി കഫേ. ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കഫേയാണ്. ഇതാണ് അവിടുത്തെ മെനു. 2 റോയൽ ഫലൂഡയും ഫ്രഞ്ച് ഫ്രൈസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുന്നവർക്ക് കഫേക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആണ്. അങ്ങനെ നമ്മുടെ റോയൽ ഫലൂഡ വന്നു. സൂപ്പർ. അത് കണ്ടോ ഗായ്സ്, അത് പന്നിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ബൈ.